വടക്കൻ ജില്ലയിലെ വോട്ടുവഴി ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറിനൊപ്പം വിനീഷ് കോറത്ത് ചേരും. നമസ്കാരം. വോട്ടുവഴിയിൽ നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണുള്ളത്. കണ്ണൂർ മണ്ഡലം ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് എം പി ആയ ശ്രീമതി ടീച്ചറെ നേരിടാൻ UDF ഇറക്കിയിരിക്കുന്നത് മുൻ MP ആയ കെ സുധാകരനെയാണ്. അങ്ങനെ ശക്തമായ ഒരു മത്സരത്തിൻ്റെ പ്രതീതി കണ്ണൂരിൽ ഉണ്ട്. കണ്ണൂരിൽ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പത്നി ശാരദ ടീച്ചറാണ്. ടീച്ചർ സ്വാഗതം. ടീച്ചർ, ഇവിടെ വളരെ ശക്തമായ ഒരു മത്സരം നടക്കുകയാണ് കണ്ണൂർ. ശ്രീമതി ടീച്ചറും സുധാകരനും. എന്റെ മണ്ഡലം കാസർഗോഡാണ്. അതെ അതെ, കല്യാശ്ശേരി. നമുക്ക് കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിലെ മത്സരം എങ്ങനെയായിരിക്കും? എന്താണ് ഇപ്രാവശ്യത്തെ ശ്രീമതി ടീച്ചർക്ക് പ്രതീക്ഷ നൽകുന്ന? അല്ല, ശ്രീമതി ടീച്ചർ MP ആയിട്ട് ഒരു MPക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ശ്രീമതി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷെ അവൾ അത്രയും ഒരു ദിവസം വെറുതെ ഇരിക്കാണ്ട് ഞാൻ തന്നെ അവളോട് പറഞ്ഞു, ശ്രീമതി, പിന്നെ നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് സെക്കൻഡിലും തേർഡിലൊന്നും പോകാൻ പറ്റൂല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ആദ്യം നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് അല്ലെ എസ്കലേറ്ററും കയറാൻ കഴിയില്ല, കാണുമ്പോൾ തന്നെ പേടിയാന്ന്, എനിക്ക് ഭയങ്കര പേടിയാണ്, ഒരു ലിഫ്റ്റ് കൊണ്ടുവരണമെന്ന്. ഇപ്പോൾ പറഞ്ഞു എന്തായാലും നമുക്കത് എന്തായാലും ഒരു MPക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ. അത് എന്താണെന്ന് വെച്ചാൽ A to Z എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. MP എന്ന നിലയിൽ സമ്പൂർണ്ണ വിജയമാണ്. ഇനി ടീച്ചറുടെ മണ്ഡലത്തിലെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ചോദിച്ചു പോവാം. അവിടെ കാസർഗോഡ്, കല്യാശ്ശേരിയാണല്ലോ. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ എന്താണ് ഇപ്രാവശ്യത്തെ ഒരു പ്രതീക്ഷ? എന്തായാലും സതീഷ് ചന്ദ്രൻ ജയിക്കും. ഞങ്ങളെ മണ്ഡലം ഇതുവരെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞ ഒരു തവണ സഖാവ് കാസർഗോഡ് തോറ്റുവെങ്കിലും പിന്നെ ഇതേവരെയും നമ്മളെ പാർട്ടിന്റെ കയ്യിൽ തന്നെയാണ് നമ്മളെ മണ്ഡലം. അന്നത്തെ ഒരു ഇത് ഓർമ്മയുണ്ടോ ടീച്ചർക്ക്? അന്നത്തെ ആ തോൽവി കടന്നപ്പള്ളിയായിട്ടുള്ള മത്സരം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ശരിക്കും? അല്ല, സംഭവിച്ചത് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഈ പ്രായമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റൂല. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ തോറ്റു, സഖാവ് ആകെ തോറ്റത് ആ കടന്നപ്പള്ളിയോട് ഒരു തവണ തോറ്റതേ ഉള്ളൂ. അല്ല, പൊതുവെ ഇപ്രാവശ്യം നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അവസ്ഥയുണ്ടോ? പ്രത്യേകിച്ച് UDF രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്നാലും നമ്മളെ മണ്ഡലം നമുക്ക് തന്നെ കിട്ടും, അതാണ് എൻ്റെ പ്രതീക്ഷ. ടീച്ചറെ കണക്ക് എത്ര സീറ്റിൽ ഇവിടെ? അങ്ങനെ സീറ്റൊന്നും കൂട്ടാൻ കഴിയില്ല ഈ വയസ്സായ എനിക്ക്. ഞാൻ പറയുന്നത് എന്തായാലും പിന്നെ നമ്മളെ കാസർഗോഡ്, കണ്ണൂർ, ഇതെല്ലാം നമുക്ക് തന്നെ, വടകര, ഇതെല്ലാം നമുക്ക് തന്നെ കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുള്ളൂ. എന്തായാലും കണ്ണൂർ കിട്ടണം. ടീച്ചറുടെ പേഴ്സണലായിട്ട് ചോദിക്കട്ടെ, ഈ 20 LDF സ്ഥാനാർത്ഥികൾ ഏറ്റവും ഇഷ്ടം ആരോടാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കില്ല. ഒന്നാമത് നമ്മളെ പാർട്ടിയല്ലേ, നമ്മളെ സർക്കാരിൻ്റെ ഒരു ഇത്രയും നാളത്തെ പ്രവർത്തനം കൂടി ഇതിനകത്ത് വിലയിരുത്തപ്പെടുമല്ലോ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നമ്മളെ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും എന്ത് തന്നെ നിങ്ങൾ ആര് ശബരിമല വേറെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും പിണറായി ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ആർക്കും അത് പറയാതിരിക്കാൻ പറ്റൂല. ഏതായാലും ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. ഈ പ്രചാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഉച്ചസ്ഥായിലേക്ക് എത്തി എന്ന് പറയാം. പഴയ കാലത്തെ അന്ന് ഈ സോഷ്യൽ മീഡിയ, ഫോണോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു കാലത്തെ തെരഞ്ഞെടുപ്പ്, ആ 2 കാലഘട്ടത്തിലെ പ്രചാരണ രീതികൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടത്? അന്നത്തെ പ്രചാരണ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഒന്നും ഇല്ലല്ലോ. ഇതേമാതിരി നിങ്ങളെ വണ്ടിയൊന്നും ഇല്ലല്ലോ അന്ന്. അന്നത്തെ പ്രചാരണ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ സഖാക്കൾ തന്നെ, പാർട്ടിയുടെ ഇപ്പം ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പാർട്ടി സഖാക്കൾ തന്നെ ഇന്നിപ്പോൾ അങ്ങനെ ഒരു ജാഥയോ വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല കേട്ടാ. പക്ഷെങ്കിൽ പണ്ടത്തെ ഒരു ആവേശം ആ ജനങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ്, പിന്നെ നമ്മളെ പാർട്ടീൻ്റെ ആരാന്ന് വെച്ചാൽ അവർ ആ ഒരു എന്താ പറയുക, തൊണ്ട പൊട്ടുന്ന ഒച്ചത്തിലാണ് വിളിക്കുക. അന്നേരം നമ്മൾ ചെറിയ കുട്ടികളെ നമുക്ക് ഇനി ഒരു അങ്ങനെയാണ് ഞാൻ ആ ആവേശത്തിലാണ് ഞാനല്ലെന്ന്. ഇപ്പോഴത്തെ കുട്ടികളെ മാതിരില്ല. നമുക്കെല്ലാം ഒരു ജാഥ പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടവഴി ഇന്നിപ്പോൾ എല്ലാ ഇടവഴിയും റോഡാണ് കേട്ടാ. അന്നല്ലേ നമ്മളെ ഇടവഴിയിലെ കൂടെ ഇങ്ങനെ ജാഥ പോവുക, പെട്രോൾ മാക്സും പിടിച്ചിട്ട് ഒരാൾ മുമ്പിലെടുത്ത്, അതിൽ അന്ന് വലിയ ആവേശമാണ്. നമ്മളൊരു പോകുമ്പോൾ നമ്മളിൽ ഓടി ചെന്ന് കാണാൻ പോവുക, ജാഥ കാണാൻ പോവുക. ഇത് വളരെ ഒരു എന്ന് പറയുന്നത് എനിക്ക് പഴയ ഒരു
പ്രചരണ രീതിയോടാണ് എനിക്ക് വലിയ താല്പര്യം അത്. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറാണ് നമ്മോട് തിരഞ്ഞെടുപ്പ് ഓർമ്മകളും ഇത്തവണത്തെ പ്രതീക്ഷകളും എല്ലാം പങ്കുവച്ചത്. വോട്ട് വഴി വീണ്ടും യാത്ര തുടരുന്നു.